ചേട്ടാ അറിയാല മോൻ പോകുന്നു വിഷമം അത് ഇത് മുഖത്ത് കണ്ണ് ഒന്നുമില്ല. നമ്മുടെ മോൻ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഇത്രയും നാളും കളിച്ചിരിച്ചെന്നല്ലേ അത് ചെറിയ വിഷമം ഉണ്ടാവും ചേട്ടാ. പക്ഷെ സിനിമ കണ്ടപ്പോൾ ഞാനും അച്ഛനും പോയി അവർ രണ്ടുപേരും വിളിച്ചു വന്ന് വീട്ടിൽ രണ്ടുപേരും ഉണ്ട്. അവർ രണ്ടുപേരോട്ട് സംസാരിച്ച് ഒരു കാരണം ഉണ്ടായിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ഈ സിനിമക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് കഴിച്ചാൽ വൈഫിന് ലവ്യുടെ ഉമ്മ ജോഷ് സാറിന് ചെന്നത്. പിന്നെ ഇങ്ങനെ ഒരു വാക്കും അതിനകത്തുണ്ടായിരുന്നു, അച്ഛനൊന്നും എടുക്കൂടാന്ന്. അപ്പോൾ അച്ഛൻ അത്ര ആവശ്യമായിട്ടാണ് നടക്കാൻ ഒരു സ്റ്റെപ്പ് പോലും പറ്റാനിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തും ഉണ്ടല്ലോ അച്ഛനൊന്ന് കെട്ടിപ്പിടിക്കുമെന്നൊക്കെ ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ പുള്ളി വിതിണ്ടി പോയി എന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം ഷൂട്ടിങ് കഴിച്ചിട്ട് വൈഫ് എന്നെ വിളിച്ച് രാത്രിയൊക്കെ വിളിച്ചിട്ട് ഞാൻ മെസ്സേജ് പിന്നെ അടിപൊളിയായിരുന്നു, ലവ് യു ഉമ്മ എന്നും പറഞ്ഞ അയച്ചു. അപ്പം അന്ന് ബ്രോഡ്കാസ്റ്റ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത്. അപ്പോൾ ഒരു നമ്മുടെ അടുത്തുള്ള എല്ലാവർക്കും അങ്ങോട്ട് പോകുക സാധനം എനിക്കറിയാൻ പാടില്ല. ഞെക്കി ജോസ് ഞാൻ മാറിപ്പോയി. അപ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് അയച്ചാൽ വൈഫിന് ലവ്യുടെ ഉമ്മ ജോസ് സാറിന് ചെന്നത്. എന്താണ് ഇവനിങ്ങനെ? അപ്പം ഞാൻ കാലത്ത് നിന്ന് സാറിന് സാറേ എൻ്റെ വൈഫിനെ അടിച്ചാണ് മറ്റേ ബ്രോഡ്കാസ്റ്റിലായിപ്പോയി അതാണെന്ന് പറഞ്ഞു. ആ ശരി ഒരച്ഛനെ കൊണ്ട് നെഞ്ചോലി എടുത്ത് ആശുപത്രി പോകുന്ന സമയത്ത് വണ്ടി വരില്ല അവിടെ. കുറേ നടക്കണം. ഇങ്ങനെ നടന്നിട്ട് 2 പേർക്ക് ഇങ്ങനെ പോകാമെന്നുള്ള പറ്റില്ല. അച്ഛനെ ഇങ്ങനെ അറ്റാക്ക് വന്നിട്ട് നെഞ്ചുവേദനയായിട്ട് പുള്ളി ഇങ്ങനെ കുഴഞ്ഞാണ് നടക്കണം. അപ്പോൾ വൈഫിൻ്റെയും മോൻ്റെയും തോളിലിങ്ങനെ പിടിച്ച് നടന്നിട്ട് ഒരു പകുതി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറയണ്ട. പകുതി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ച അച്ഛൻ മോനെ എന്നെ ഒന്ന് എടുക്കൂടാന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരത്തെ എനിക്ക് എടുക്കാൻ പറ്റില്ല. അച്ഛൻ ഇത്തിരി വെയിറ്റുള്ള ആളാണ്. അപ്പോൾ അച്ഛനെ എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ അച്ഛനെ ഒരു എനർജി കയറി അച്ഛനെ എടുത്ത്. പക്ഷേ അച്ഛൻ ഓട്ടോറിക്ഷ സ്റ്റാർട്ടായപ്പോഴേക്കും അച്ഛൻ മരിച്ച്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞാൽ ഞാനത് കണ്ടപ്പോൾ എനിക്ക് പറ്റിയില്ല ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് അതെനിക്ക് ഭയങ്കര സങ്കടം വരുന്നത്. അച്ഛൻ മരിച്ചും പോയി. പിന്നെ ഇങ്ങനൊരു വാക്കും അതിനകത്തുണ്ടായിരുന്നു, അച്ഛനൊന്നും എടുക്കൂടാന്ന്. അപ്പോൾ അച്ഛൻ അത്ര ആവശ്യമായിട്ടാണ് നടക്കാൻ ഒരു സ്റ്റെപ്പ് പോലും പറ്റാനിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തും ഉണ്ടല്ലോ അച്ഛനൊന്ന് കെട്ടിപ്പിടിക്കുമെന്നൊക്കെ ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ പുള്ളി വിതിണ്ടി പോയി എന്ന് പറഞ്ഞു. അങ്ങനെ കരഞ്ഞ് വിളിക്കണേര്. പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരാൾ ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ അനിയനും ഞങ്ങളായിട്ട് ഇത്തിരി പ്രശ്നമുണ്ട്, ഞാനും അച്ഛനും അമ്മയും അനിയനോട് മിണ്ടൂല, അനിയൻ കല്യാണം കഴിച്ച് അത് ഇൻ്റർകാസ്റ്റിൽ നിന്ന് കല്യാണം കഴിച്ചായിരുന്നു, അത്രേ ഉള്ള പ്രശ്നം. അത് അച്ഛനും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് പോലെയായിരുന്നു. അച്ഛനും അമ്മക്കൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സിനിമ കണ്ടപ്പോൾ ഞാനും അച്ഛനും പോയി അവർ രണ്ടുപേരും വിളിച്ചു വന്ന് വീട്ടിൽ രണ്ടുപേരും ഉണ്ട്. അവർ രണ്ടുപേരോട്ട് സംസാരിച്ച് അത് ഒന്നും അതെ അതൊക്കെ ഭയങ്കര അത് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുമല്ലോ. പക്ഷേ ഒരു കാരണം ഉണ്ടായിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ഈ സിനിമക്ക് സാധിച്ചെന്ന് സാധാരണ വിജുകുട്ടൻ സ്റ്റൈൽ ബോഡി മാറ്റി പിടിച്ചൊരു ഇമോഷണൽ സീൻ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ പേടി തോന്നുന്നത് എന്തിനാണ്? ആ ഒരു കോമഡി സീൻ ഒരു സീരിയസ് കഥാപാത്രത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പേടി വന്നത് ഫസ്റ്റ് വാഴയിൽ അഭിനയിച്ച എൻ്റെ കൂട്ടുകാരന്മാരാണ്. അപ്പം നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോൾ ഈ സോഷ്യൽ മീഡിയ അറിയാലോ, എടുത്തപ്പം തന്നെ വീക്കുമല്ലോ. നല്ല ഒരു സിനിമ കൊണ്ടുവന്ന് വെറുതെ കുളമായി കഴിഞ്ഞാൽ അത്രയും നല്ല ക്യാരക്ടർ കൊണ്ടുവന്ന് ഇതിലേക്ക് തമാശകൾ ഇയാൾക്ക് അറിയാൻ പാടില്ല. അതൊക്കെ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അല്ല നമ്മൾ ഷൂട്ട് സമയത്ത് ഞാൻ ഫിക്സായെന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ ആലോചന മുഴുവൻ അതാണ്. ആരോടും പറഞ്ഞില്ല. ചിലപ്പോൾ അവരും കരുതും ശരിയാണല്ലോ എന്നാൽ ഇവരെ വേണ്ട എന്നാലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊരു നമ്മളെ കാരണം അവർക്കൊരു പ്രശ്നമാവും. അല്ലെങ്കിൽ രണ്ടാമത്തെ ഇത് ബിപിൻ ദാസും ഒക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഡയറക്ടറും റൈറ്ററൊക്കെ അല്ലേ, അവർക്കും ഒരു കോട്ടം തറ്റും അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ നമ്മുടെ ഈ അച്ഛൻ ക്യാരക്ടർ ചെയ്തതിൽ എനിക്ക് അങ്ങനെ വലിയൊരു പേടി ഉണ്ടായിരുന്നില്ല. പിന്നെ അവരെന്നെ പേടിപ്പിച്ച് നിർത്തിയിട്ടില്ല. അന്ന് പറഞ്ഞത് നിങ്ങളായിട്ട് നിൽക്കുന്ന അച്ഛൻ മരിക്കുമ്പോൾ കിട്ടുന്നൊരു ഇമോഷൻ അത്രേ ഉള്ളൂ. ഒരു കാര്യത്തിൽ ഇപ്പോൾ എടുത്തു പറയുന്ന എയർപോർട്ട് സീൻ എന്നൊക്കെ പറഞ്ഞു അത് ഗംഭീരമായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അന്ന് എന്നോട് പറഞ്ഞാൽ ചേട്ടാ അറിയാല മോൻ പോകുന്നു വിഷമം അത് ഇത് മുഖത്ത് കണ്ണ് ഒന്നുമില്ല. നമ്മുടെ മോൻ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഇത്രയും നാളും കളിച്ചിരിച്ചെന്നല്ലേ ആ ഒരു ചെറിയ വിഷമം ഉണ്ടാവും ചേട്ടാ. അത്രയുള്ള അതല്ലെങ്കിൽ ഞാൻ വരണ്ടു പോയനെ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ. കാരണം അവരെല്ലാം സില്ലിയായിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നമുക്ക് അങ്ങനെ ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല.